നമുക്കൊരു ആരിൽ കയറിയിരിക്കുവാണ് കാണണ്ടങ്ങള്. നെക്സ്റ്റ് രണ്ടാമത്തെ സാധനം ആഹാ അടിപൊളി സാധനം. ഇത് കണ്ണന് ഇപ്പൊ കയറിയതാട്ടാ. വാവ് അടിപൊളിയാണ്, തകർക്കോനെ. നേരത്തെ അല്ലട്ടത്, ഇത് വേറെയാണ്. ഒരു ചെറുവാകിയാണ് ഇപ്പൊ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാച്ച് നോക്കിയപ്പോഴേ സമയം 10:50. ഹായ് ചെങ്ങന്മാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂണ്ടയുണ്ട്, അതുപോലെ തന്നെ ടോർച്ചുണ്ട്, മറ്റുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 6:30. നൈറ്റ് ഫിഷിംഗ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കണ്ണനും ഉണ്ട്. ഇവിടെ നോക്കി നിൽക്കാൻ ആളുകളും ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമുക്ക് മഞ്ഞൾ കിട്ടും, ഒറ്റ കിട്ടും, മറിച്ച് കിട്ടും എന്നൊക്കെ നോക്കാം. കാര്യമായിട്ട് നോക്കുന്നത് മീൻ പിടിച്ചാണ്. കാര്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആരലാണ്. ആരിൽ കിട്ടുമോ നോക്കും. അപ്പോൾ ഇന്നത്തെ ആ ഒരു പരിപാടിയാണ്. സൂര്യൻ്റെ പിന്നാലെ കൂടുന്നത് ഉണ്ടാ. തോട്ടിൽ നിന്ന് വെള്ളം നല്ല പാകമാണ്. അയ്യോ ചളിയില്ലാതെ പോകണം. ഇവിടെയാണ്, ഈ ഒരു പാലത്തിങ്കലാണ് കണ്ണൻ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞത്. മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഇവിടെ എവിടെയും കാണാമല്ല. കാരണം ഇവിടെ എവിടെയെങ്കിലൊക്കെ ചൂണ്ടിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ഏരിയ ഫ്രീ ആയിട്ട് കിടക്കണം. പക്ഷെ ഇവിടെ അവനെ കാണാമല്ല. അപ്പോൾ ഞാൻ മേലെ കൂടെ ഒരാൾ പോകുന്നുണ്ട്, പക്ഷെ തോന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവനിങ് ടൈം ഞങ്ങളുടെ പാടം, തോട് ഒക്കെയാണ് ഈ കാണുന്നത്. 2 തോടാണ്. ഒരു തോട് അതുകൊണ്ട് അത് വഴി ഒഴുകിയിട്ട് ഇവിടെ ഞങ്ങൾ നടു സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ അതിൻ്റെ സെൻറ്റർ, അത് രണ്ടും പാടെ അങ്ങനെ പോകും. ഇത് കുറച്ചും കൂടി വില്ലേജിലൂടെ ഒക്കെ ഒഴുകിയിട്ടൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇത് ടൗണിൽ കൂടെ വരുന്നതാണ്. ടൗണിൽ ചാടുന്ന ഓരോ തുള്ളി ജലവും ഇതിലുണ്ടാവും. എന്നേരി എല്ലാം അല്ല. പിന്നെ ഇതിൻ്റെ ബാക്കി ബാലൻസ് വന്ന് ചാടുന്നത് ഈ തോട് ഇതിലെങ്ങനെ പോയിട്ട് അങ്ങ് ദൂരെ പോകും. ആ ഒരു ഭാഗത്താണ് ടൗണിൻ്റെ ഒരു സൈഡത്തെ വെള്ളം ഫുള്ളായിട്ട് പോകുന്നത്. ടൗണത്തെ മാത്രമല്ല, ഒട്ടുമിക്ക സ്ഥലത്തെ വെള്ളത്തിൽ വന്നിട്ടാണ് പിന്നെ അങ്ങനെ നേരെ പുഴയിലേക്ക് പോകണം. അതൊക്കെ പോട്ടെ, കണ്ണനെ നോക്കട്ടെ കേട്ടോ. നല്ല കാറ്റുണ്ടല്ലേ. അപ്പോൾ കണ്ണനെത്തിയിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യുവാണ. ഓ മാന ഇരുണ്ട് മൂടിക്കെട്ടി കിടക്കാട്ടാ. ഓ ഞാനും കുട എടുക്കണേ. കോട്ട ഞാൻ എടുക്കാക്കൂല. അന്ന് ഞാൻ ഒരു ദിവസം രാത്രി ചൂണ്ടിടാൻ ഇറങ്ങി. കുടല്ലാതെ പെട്ടില്ല. അതിനുശേഷം ഞാൻ കുട എടുക്കാം. നമ്മളാണ് കുറച്ച് ദൂരം പോണുമുണ്ട്. തൊഴിലുറപ്പാർ കാടൊക്കെ തോടിൻ്റെ പറ്റിനും വെട്ടിയോണ്ട് പോകാൻ നല്ല സുഖമാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ട് ഇരുട്ടിലേക്ക് കയറുകയാണ്. പിന്നെയും വെളിച്ചത്തേക്ക് തന്നെ ഇറങ്ങും. സുന്ദരമായ ഈ ഏരിയ ഒന്നും ഇങ്ങനെ തന്നെ. ഇവിടെ ആരും തൊടുന്നില്ലല്ലോ പറഞ്ഞ പോലെ. നടന്ന് ഞങ്ങൾ തോട്ടിലേക്ക് ഇറങ്ങി. തോടിറങ്ങി പാടം കയറി. ഇത് മുണ്ടക്കൈത അല്ല കൈതമുണ്ടേ, എന്താ കാണതിന് പറയാം, മുണ്ടക്കൈത. അത് പണ്ട് പായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇപ്പോൾ അവർ ഉപയോഗിക്കില്ല. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ നൈറ്റ് ഇറങ്ങിയപ്പോൾ കണ്ണൻ ഇവിടെ നിന്നാണ് എത്ര ആറിലാണ് 5 ആറിലൊരു മഞ്ഞയിലും പിടിച്ചത് അല്ലേ, ഒരു മുയ്യും. ഒരു മുയ്യ. അങ്ങനെ 7 മീനോളം പിടിച്ചു. മുഷു എന്ന് പറയുന്ന മീനില്ലേ, അങ്ങനെ 7 മീനോളം പിടിച്ചു. നമ്മുടെ മെയിൻ റോഡാണത്, നമ്മുടെ തിയേറ്ററാണത്. തിയേറ്ററിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വീടുകളൊക്കെ കേട്ടോ. അവരെ നമ്മുടെ വീഡിയോ കണ്ടാരിലേക്ക് ചൂണ്ടിടാനൊക്കെ വരുവാണെങ്കിൽ അധികം നമ്മൾ ചൂണ്ടിടാൻ മീൻ പിടിക്കാൻ പോവാം. ആ ഒരു മൈൻഡായിരിക്കാം. ഞങ്ങളുടെ കയ്യിൽ പുയരുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട് പാടത്തെ പുയര്. പാടത്തെ പുയരുണ്ട്, തോട്ടത്തെ പുയറുണ്ട്, പിന്നെ കുടലുണ്ട്, പിന്നെ ഉള്ളത് പാലിനുണ്ട്. ഞണ്ടാണ് പാലിന് ചെറുതാണ്. പാലിനുണ്ട് കണ്ട, അതിൻ്റെ ബോഡി ഫുള്ളൊരു പാലായിരിക്കും അല്ലാണ. അപ്പോൾ കണ്ണൻ അതൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആകെ പരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പുയര് പിന്നെ കുടലും മാത്രമാണ് കേട്ടോ. അപ്പോൾ റോഡും ഞങ്ങളും തമ്മിലുള്ള ഇത്ര ദൂരത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. പക്ഷെ ഇവിടുത്തെ വെള്ളം കണ്ടെങ്കിൽ വെള്ളം അടി കാണുന്ന അത്രയും വെള്ളമുള്ളൂ. വളരെ കുറഞ്ഞ വെള്ളമാണ്. ഈ ഒരു വെള്ളത്തിൽ നിന്നാണ് നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അടുത്ത് നമ്മൾ നൈറ്റിൽ ഇറങ്ങിയിടത്തോളം എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ വന്നിട്ടുള്ള ഒരൊറ്റ കമൻറ്റാണ്, നിങ്ങൾ ഇത്ര കണ്ട് ലൈറ്റ് ഉപയോഗിക്കരുത്. ലൈറ്റ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ നൈറ്റിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇന്ന് എന്തൊക്കെയായാലും ലൈറ്റ് വല്ലാതെ ഉപയോഗിക്കണില്ല. അപ്പോൾ ഇത് കുടൽ കോർത്താണ്ട് ഞാൻ ഇവിടെ ഒന്ന് തടഞ്ഞു വെക്കുകയാണ്. അതവിടെ വെക്കട്ടെ. അതിനെ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. ഒരു കല്ലും വെച്ച് കൊടുക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സംസാരിക്കാനും പാടില്ല. സംഭവം ശരിയാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഭാഗമാണല്ലോ. ഞാനിതിങ്ങനെ അവതരിപ്പിക്കണ്ടേ നിങ്ങളോട്, കാര്യങ്ങൾ പറയണ്ടെങ്കിൽ മേരെ അപ്പോഴാണല്ലോ. ഇപ്പം തന്നെ വെട്ടം വളരെയധികം കുറവുണ്ടാവും. വെട്ടമൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് ലൈറ്റൊക്കെ ഇടാം. അപ്പോൾ അടക്കട്ടെ. കണ്ണൻ പറയണ ലൈറ്റൊക്കെ ഇട്ടോ, ചൂണ്ടലിന് ലൈറ്റൊന്നും പ്രശ്നമല്ല എന്നാണ്. കിട്ടാൻ കരുതിയാൽ പകലിൽ ഇപ്പം ഇന്നലെ താട്ടനപ്പം ചൂണ്ടലിട്ടപ്പോൾ താട്ടൻ പറഞ്ഞു പകലിലപ്പം മീൻ കിട്ടണില്ലേ. അതത്രേ ഉള്ളൂ അല്ലേ.
ചെങ്ങന്മാരെ നമുക്കൊരു ആരിൽ കയറിയിരിക്കുവാണ് കാണണ്ടങ്ങള്. നല്ല അടിപൊളി ഒരു ആരിൽ കണ്ണൻ കൊണ്ടുവന്നാൽ നമ്മുടെ കണ്ണൻ്റെ പ്ലേസ് അടിപൊളിയാണ്. ഒരുത്തം ഉഷാറായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് ലൈറ്റ് ഇട്ടാണ്ട് വല്ലാതെ നിൽക്കാൻ വേണ്ടി പറ്റില്ല, ആളുകൾ കൂടും. അപ്പോൾ ഒന്നേ ഓക്കെ എന്താ പെട്ടക്കണുണ്ടോ അവനൊന്ന് അടിക്കട്ടാ, അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ പണി വരും. നല്ലതല്ല. ഓ കൊക്ക ഒരു മീഡിയം ലെവലിൽ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് ആരൽ വേട്ടയാണെന്ന് മെയിനായിട്ട് നടക്കുക. പിന്നെ മഞ്ഞയിൽ നമ്മൾ കൂട്ടത്തിൽ നോക്കേണ്ടതിനുള്ളൂ. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ആരലാണ് അല്ലേ. ഞാൻ 2ാം റൗണ്ട് നോക്കട്ടെടാ. നെക്സ്റ്റ് രണ്ടാമത്തെ സാധനം. ഇത് ചെറുതാട്ടാ. ഇത് അത്ര നേരത്തെ എത്രേൻ്റെ വലിപ്പമല്ല, അത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇവനെ തന്നെ നമ്മൾ ചെരുപ്പ് എടുക്കുന്നു. ചെരുപ്പ് പ്രയോഗമാണ് ഇവിടെ. ഓനെ നമ്മൾ കവറിലേക്ക് ആക്കുന്നു. അടിപൊളി. ഇവിടെ ഫിഷിങ് ചെയ്തപ്പോൾ നല്ലൊരു മൈൻഡ് ഉണ്ട്, ഫിഷിങ് മൈൻഡ്. കവർക്ക് ഇട്ടേ. ആഹാ അടിപൊളി സാധനം. ഇത് കണ്ണന് ഇപ്പം കയറിയതാട്ടാ. വാവ് അടിപൊളിയാണോ, തകർക്കോനെ. ഇപ്പോഴൊരു സമാധാനം. കാരണം എല്ലാവർക്കും കിട്ടണം മീൻ, അപ്പോഴാണ് അതിൻ്റെ രസം. അറ്റാക്ക്. അതെ, ചെരുപ്പ് പ്രയോഗം. ഇത് 3ാമത്തെ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ടോട്ടൽ 3ാമത്തെയാണ് ഈ കയറുന്നത്. ചെറിയൊരു വെള്ളത്തിലാണ് ഞങ്ങൾ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെള്ളം വളരെ കുറവാണ്. ഇത് ചെറുതല്ലേ. അതായത് ഇത് മറ്റേ എനിക്ക് ചെറുത് കിട്ടിയതിനെക്കാട്ടിയും കുറച്ച് വലുതാണ്. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ 4ാമത്തിലാണ് ടോട്ടൽ 4. ഓക്കെ സാറായി. സമയം ഏതാണ്ടൊക്കെ ഒരുപാടായിട്ടാ. നല്ല ഇരുടാണ്. ലൈറ്റ് ഞാനൊന്ന് ഓഫാക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതായത് ഞങ്ങൾ രണ്ടും അവിടെ ഇരിക്കണ ഏരി ഇരുത്താം. ഞങ്ങളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ലൈറ്റ് ഇടുന്നത്. അല്ലാത്ത നേരത്തൊന്നും ലൈറ്റില്ല. വണ്ടികളുടെ സൗണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം. അതുപോലെ തന്നെ അവിടെ ഏതൊരു മീൻ കച്ചവടക്കാരുണ്ട്. മീൻ ഇത്രയാണ് വിളിച്ച് പറയണം. കണ്ണനായ സൈസ് ആക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. 2 തന്നെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് 2 പിന്നെ ഓനിപ്പോഴാണ് ഒന്ന് കിട്ടുന്നത്. കാരണം ഈ നേരം വരെ കാര്യമായ രീതിയിൽ പെർഫോമൻസ് കാണുന്നില്ല. നോക്കാം നമുക്ക്. ചെങ്ങന്മാരെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ 4 ആരിലാണ് പിടിച്ചത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെ കൊത്തുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് സ്ഥലം ഒന്ന് മാറ്റിയാലോ നേരിടുന്നുണ്ട്. കണ്ണനായിലൊക്കെ നോക്കുന്നുണ്ട്. പാമ്പാണ് ഇത് കസ്റ്റമർ. ഏതായാലും അടുത്ത സ്വീകരണ സ്ഥലം ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഇത്രയും വലിയ ലൈറ്റ് അടിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചു പോകണേ. റോട്ടിക്കൊന്നും വല്ലാതെ ലൈറ്റ് അടിച്ചാണ്ടേ. പിന്നെ മാത്രമല്ല തൊട്ടപ്പുറത്ത് കൂടെ വീടുകളുണ്ടായിരുന്നില്ല. അതൊക്കെ സീനാണ്. പേരല്ലോ പേരിൽ നമുക്ക് കുത്തുന്നുള്ളല്ലേ പറഞ്ഞ പോലെ. വെള്ളത്തിൽ അടിച്ചാണെങ്കിൽ മീനുകളൊക്കെ കാണാട്ടോ. ആ ഒരു സൈഡൊക്കെ കണ്ട അതിലൊക്കെ പടുവുണ്ട്. പക്ഷേ അവിടേക്ക് നമുക്ക് ഇവിടുന്ന് ഇടാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പടുവ് വേണം. അപ്പോൾ നമുക്ക് മീൻ കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന മീനുകൾ മഞ്ഞയിൽ ആരിലൊക്കെ. എന്തായാലും ഞങ്ങൾ കുറച്ച് താഴത്തേക്കൂടെ പോട്ടെ കേട്ടോ. എത്രങ്ങാനും പരലുണ്ട് അറിയോ ഇവിടെയൊക്കെ. എന്താ ആരല്ലോ പരൽ ഇഷ്ടം പോലെയാണല്ലേ മീനവിടെ. ആ സൈഡിലല്ലേ ആ പടുവിൻ്റെ ആ ഒരു വിങ് വല്ലാതെ ചൂണ്ടൽ ചെല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു വിങ്ങിലിടണമെങ്കിൽ ഇപ്പം നമുക്ക് സീനാണ്. കാരണം അതൊരു വീടാണ് വേണ്ട. പിന്നെ ഈ പടം ഇവിടെയൊക്കെ എന്താ അവസ്ഥ ആണോ? ഇതാ മതല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ താഴത്തിട്ടാലോ. ഈ ഒരു സ്ഥലത്തു നിന്നും കൂടി ഞങ്ങൾ വിട പറയുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ കൊത്തുന്നുണ്ട്, ഒക്കെ ചെറുവകയാണ് കൊത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു തോടിൻ്റെ പറ്റി പിടിച്ച് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കിട്ടാല കോയാട്ടിയൊക്കെ കിട്ടില്ല കണ്ണ. അതാണ്ടാ ഇതൊരു വീടാണ്. വീടല്ല, ഒരു നാളികേരപ്പുര അല്ലേ, തേങ്ങാപ്പുര. അപ്പുറത്ത് ഇറങ്ങണ റങ്കുണ്ടോ വേണ്ടല്ലേ. പോ വന്ന് ഞങ്ങളുടെ പാലത്തേങ്ങയിലെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം നമ്മളെ ഫ്ലക്സ് വെച്ചില്ലേ അതിൻ്റെ ചുട്ടിൽ അല്ലേ. അവിടെ ആ ഒരു ഏരിയയിലാണ് ഇനി നമ്മുടെ ലക്ഷ്യം. കണ്ണൻ ഇറങ്ങി ആ ഒരു ഭാഗത്തേക്ക് പോട്ടെ. ഒതുക്കുള്ള ഏരിയയിലിടുക. 9:15. ഞാനെൻ്റെ വാച്ച് നോക്കിയപ്പോഴേ സമയം 10:50. ഞാനത് പേടിച്ചു. 10:50 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കോട്ടിയും പേരിലേക്കാവും. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ സുഖമാണ് ഇരിക്കാൻ, മേല് ചളിയാവില്ല. ഇടയ്ക്കൊരാരിലൊക്കെ കൊത്തണ്ടാണ്. പക്ഷേങ്കിൽ അങ്ങനത്തെ ഒരു കൊത്തൊന്നും ഞാൻ കാണുന്നില്ല. കോട്ടി ഇങ്ങനെ കൊത്തുണ്ടായിരുന്നു.
അതായത് 5ാമത്തെ ആരിൽ അല്ലേ, അത് ഇവിടെ വന്നിട്ട് കിട്ടും. ഓക്കെ ആണോ? ഒഴിവായിക്കോ, പണിയെടുത്തോ. അതായത് നമ്മൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പാടത്തെ സൗണ്ട്, ചീവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. നമ്മൾ അവിടെ നിന്നിട്ടുണ്ടോ, അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ കൂടെ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണം. ഇവിടെ ഞാൻ ഇട്ടെന്ന് വെച്ചെങ്കിൽ ഒത്തണമൊന്നുമില്ല. അതായത് നേരത്തെ അല്ലട്ടത്, ഇത് വേറെയാണ്. ഒരു ചെറുവകയാണ് ഇപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറുവക ആരല് വലുത് കയറണതാണ്. ഇതൊക്കെ വളരെ ഇത് നേരത്തൊക്കെ ഏതാണ്ട് ആ ഒരു ടൈപ്പ് ചെയ്യണം. അടുത്ത് എടുത്ത് വെച്ചോ. ഫിലിങ്ങാവും എന്നാ. ഓക്കെ, കണ്ണൻ്റെ വീട്ടിലേക്കുള്ള വഴി പോയി. ഞങ്ങൾ തോട്ടിൽ നിന്ന് കയറിയിട്ട് സമയം 10 മണി കഴിഞ്ഞ് 10:30 ആയിട്ടുണ്ട്. ഞാനിനി നേരെ വീട്ടിലേക്ക് ഒരു കയറ്റം കയറി, ഒരു കയറ്റം കൂടി കയറാൻ നമ്മളെ വീട്ടിലേക്ക് എത്താട്ടാ. പിന്നെ എനിക്കൊരു കോയാട്ടിയും കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ വീട്ടിലെത്തിയിട്ട്. നേരെ ഫ്രിഡ്ജിൽ കയറ്റാൻ തന്നെ ഉള്ളൂ. ഇന്നിപ്പോൾ കുക്കിങ്ങൊന്നും നടക്കില്ല. വീട്ടിലെത്തിയപ്പോൾ ലൈറ്റൊന്നുമില്ല. വാതിൽ നിന്ന് മുട്ടിയൊക്കെ അമ്മ തുറന്നോളും. പിന്നെ നമുക്ക് കിട്ടിയ മീൻ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത കാരലാണ് പറഞ്ഞല്ലേ. ഇത് നല്ല കാരലാണ്, നല്ല നേണ്ടതൊക്കെ ആകെ വെറുങ്കിൽ ചോദിട്ടോ കവറിൽ ഞാൻ ചുറ്റി മടക്കിയിട്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാരൽ, പിന്നെ ഒരു കോയാട്ടി എന്താ ഇതിപ്പോൾ എത്തില്ല, ഇത് ഇവിടുന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കിട്ടിയത് നേരെ ഫ്രിഡ്ജിലേക്ക്. പിന്നെന്താ, പിന്നൊന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ നാളെ കാണാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.